മോഡലിംഗ് മെത്തേഡിന്റെ 8 മൊമെന്റ്സ് ആണ് ചാപ്റ്റർ 10 പറഞ്ഞു പോയിട്ട് BSOC 112 ടെക്സ്റ്റില്. ഓക്കെ, അപ്പൊ ട്രഡീഷണൽ ഫേസും മോഡേണിസ്റ്റ് ആൻഡ് ഗോൾഡൻ ഫേസ്, ബ്ലർഡ് ജനറസ് ആൻഡ് ക്രൈസിസ് റെപ്രസെന്റേഷൻ, പോസ്റ്റ് എക്സ്പെരിമെന്റൽ എൻക്വയറി, ഫ്രാക്ചർഡ് ഫ്യൂച്ചർ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ട്രഡീഷണൽ ഫേസില് സ്റ്റാർട്സ് ഇൻ ദ 1900, അതായത് 20th സെഞ്ചുറിയിലാണ് ട്രഡീഷണൽ ഫേസ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ലാസ്റ്റ് ത്രോ വേൾഡ് വാർ 2, ലാസ്റ്റ് ത്രോ ചെയ്തത് വേൾഡ് വാർ 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ്. ഫീൽഡ് വർക്ക് അറ്റ് ദിസ് ടൈം, അതിന്റെ ഫീൽഡ് വർക്ക് അറ്റ് ദിസ് ടൈം വാസ് ഇൻഫ്ലുവൻസിങ് അറ്റംപ്റ്റ്സ് ടു ജനറേറ്റ് ആക്യുറേറ്റ് ആൻഡ് ഇംപാർഷ്യൽ റിപ്പോർട്ട്. ഈ ഫീൽഡ് വർക്ക് അറ്റ് ദിസ് ടൈമില് കുറെ ആക്യുറേറ്റ് ഇംപാർഷ്യൽ റിപ്പോർട്ട്സുകൾ ആക്യുറേറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഒരുപാട് സമയം മാനേജ്മെന്റ് വേണ്ടി വരും. പണ്ടത്തെ കാലഘട്ടം മാറി. ട്രഡീഷണൽ ഫേസിൽ എങ്ങനെയാണ് അത് കുറച്ചുകൂടി എന്താണ് ഇൻഫ്ലുവൻസിങ് അറ്റംപ്റ്റ്സ്, ഓരോ കാര്യങ്ങൾ ഫീൽഡ് വർക്കിൽ ചെന്ന് ടൈം കണ്ടെത്തി അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഇതിലായിട്ട് സ്റ്റോറീസ്, പോർട്രേറ്റ്, അതർ ഔട്ട്സൈഡ് ഡിസർവിംഗ് സ്പോൺ ആൻഡ് അനൈൽസ്. നമ്മൾ ചില സമയത്ത് ലോ ആണ് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഒബ്സർവ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ലോ ആയിട്ടുള്ളത്. സമ്പൺ ചില കേസിൽ ആരെങ്കിലും സമ്പൺ ചിലപ്പോ അതൊരു ലോ ആയി വരാം. എവരി വേ കമ്പയർഡ് ടു ഒബ്സർവർ, എവരി വേ വെച്ച് എല്ലായ്പ്പോഴും നമ്മൾ ആ ഒരു രീതി കമ്പയർ ചെയ്യുമ്പോൾ ഒബ്സർവർക്ക് അത് സംഭവിക്കും, ലോ ആയിട്ട് വരാം. ഓക്കെ, അടുത്തത് മോഡേണിസ്റ്റ് ഓർ ഗോൾഡൻ ഫേസ്. മോഡേണിസ്റ്റ് ഗോൾഡൻ ഫേസ് 1950-1970 അതിലെന്താണ് വാർ ആൻഡ് പർട്ടിക്കുലർ നോട്ടീസബിൾ ഇൻ 1970s. ഈവൻ ടുഡേ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് റെമനൻസ് ആൻഡ് ക്യാൻ ബി സീൻ. കുറെ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. ലൈക്ക് ഡിസ്കവറി ഓഫ് ഗ്രൗണ്ടഡ് തിയറി, ഡിസ്കവറി നമ്മുടെ ലോകം മുഴുവൻ ചരിത്രങ്ങള് തിയറി ഗ്രൗണ്ടഡ് ആയ റിസർച്ചേഴ്സ് ഓഫ് ദിസ് ഇറ, ഓരോ വർഷം നൂറ്റാണ്ടുകൾ സ്റ്റാർട്ട് ചെയ്ത് അന്വേഷിച്ച് കണ്ടെത്തിയതുണ്ടാവും. പർട്ടിക്കുലർലി മോഡേൺ എത്തനോഗ്രാഫേഴ്സ് ഉണ്ടാവും, സോഷ്യോളജിസ്റ്റുകൾ ഉണ്ടാവും. ഇതെല്ലാം എഫോർഡ് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ട്രക്ചർ മാനുവലായിരിക്കും പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളതാണ് ഇത് മോഡേണിസ്റ്റ് ഗോൾഡൻ ഫേസ്. ബ്ലർഡ് ജനറസ് 1970-86 ഡ്യൂറിംഗ് ദിസ് ടൈം ക്വാളിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്. ഈ ടൈമിൽ എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. ആസ് വെൽ ആസ് കോൺസെപ്റ്റ്, മോഡൽസ് ആൻഡ് മെത്തഡോളജീസ്. അതിൽ ആസ് വെൽ ആസ് ഇതിന്റെ കൂടാത്ത കാരണം എന്താണ് അതിന്റെ കോൺസെപ്റ്റും അതിന്റെ മോഡൽസും മെത്തഡോളജീസും സോൾവ് ചെയ്ത്. ഡ്യൂറിംഗ് ദിസ് ടൈം എ വെറൈറ്റി ഓഫ് തിയറീസ് ഇൻക്ലൂഡിംഗ് സെമിയോട്ടിക്സ്. ആ ടൈമില് ഒരുപാട് വെറൈറ്റി ഓഫ് തിയറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സെമിയോട്ടിക്സ്, അതുപോലെ സ്ട്രക്ചറലിസം, ഫെമിനിസം, നിമോണോളജി, എത്നോമെത്തഡോളജി, ക്രിട്ടിക്കൽ തിയറി, കൺസ്ട്രക്റ്റിവിസം, നാച്ചുറാലിസ്റ്റിക്, ഇൻക്വയറി ആൻഡ് പോസിറ്റിവിസം ആൻഡ് പോസിറ്റിവിസം എമർജ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ മെർജ് ചെയ്യുന്നുണ്ട്. ഇൻ ദ മോഡേൺ അക്കാദമിക് എൻവയോൺമെന്റ്, applied qualitative research was acquiring new prominence and receiving a lot of attention. Modern academic environment അപ്ലൈ ചെയ്യുന്നത് നല്ല ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ പുതിയ ന്യൂ പ്രൊമിനൻസ് ആൻഡ് റിസീവിംഗ് ലോട്ട് ഓഫ് അറ്റൻഷൻ. പുതിയ പ്രൊമിനൻസുകൾ അക്വയർ ചെയ്യുകയും ഒരുപാട് ലോട്ട് ഓഫ് അറ്റൻഷൻസ് സ്വീകരിക്കുകയും ചെയ്യും. ദിസ് ടെക്നിക്സ് ഇൻക്ലൂഡ് കേസ് സ്റ്റഡീസ്. ഈ ടെക്നിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേസ് സ്റ്റഡീസ്, ഹിസ്റ്റോറിക്കൽ, ബയോഗ്രഫിക്കൽ, എത്നോഗ്രഫിക് ആക്ഷൻ ആൻഡ് ക്ലിനിക്കൽ റിസർച്ച് ആസ് വെൽ ആസ് തിയറി. ഈ ടെക്നിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഹിസ്റ്റോറിക്കലി ആവാം, ബയോഗ്രഫിക്കലി ആവാം, എത്നോഗ്രാഫിക് ആവാം, ആക്ഷൻ ആൻഡ് ക്ലിനിക്കൽ റിസർച്ച് ആവാം. അങ്ങനെ ഒരു രീതിയിലുള്ള ഗ്രൗണ്ടഡ് തിയറിയാണ് ടെക്നിക്കലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്രൈസിസ് ഓഫ് റെപ്രസെന്റേഷൻ മിഡ് 1980s. ഇതെല്ലാം ക്രൈസിസുകളാണ് മിഡ് 1980s വന്നിരിക്കുന്നത്. ദ ആർട്ട് പ്രൊഡ്യൂസ് അറ്റ് ദിസ് ടൈം വാസ് റിഫ്ലക്റ്റീവ്. ആർട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അറ്റ് ദിസ് ടൈമിൽ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്രിട്ടിക്കൽ ഇഷ്യൂസ് ലൈക്ക് മതവുമായി ബന്ധപ്പെട്ട്, ക്ലാസ് ആയിട്ട് ബന്ധപ്പെട്ട്, ജെൻഡറായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും എന്താണ് പ്രീവിയസ് റിഗാർഡ്സ് ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ന്യൂ മോഡൽസ് ആൻഡ് പാരഡിഗ്സ് ഓഫ് റിയാലിറ്റി, ട്രൂത്ത്, മെത്തഡോളജി, റെപ്രസെന്റേഷൻ, ഫാക്ട്സ് ഹാവ് ബീൻ ജനറൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ന്യൂ മോഡൽസിൽ എന്താണ് പുതിയ മോഡൽസ് അതനുസരിച്ചുള്ള റിയാലിറ്റി, സത്യങ്ങളെ മനസ്സിലാക്കാനും അതുപോലെ സത്യം തെളിയിക്കാനും റെപ്രസെന്റേഷൻ ചെയ്യുന്ന രീതിയും എല്ലാം എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിട്ട് ജനറേറ്റ് ചെയ്തു. Once more, the traditionally held notions of objectively. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം തന്നെ ട്രഡീഷണലി ഹെൽഡ്
ഒരു ഒബ്ജക്ടിവിറ്റി, വാലിഡിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി ആർ കോൾഡ് ടു ക്വസ്റ്റ്യൻസ്. ഒന്നിലധികം രീതിയിൽ അതിന്റെ ഹെൽഡ് നോഷൻസിലെ ലക്ഷ്യങ്ങൾ കടക്കാനും വാലിഡിറ്റി ഉണ്ടാവും, അതുപോലെ ഡിപ്പെൻഡബിലിറ്റി, ഇതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളാണ് ക്രൈസിസ്. പല ക്രൈസിസ് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് റെപ്രസെന്റ് ചെയ്തു പറഞ്ഞു പോകുന്നത്. ഈ പോസ്റ്റ് മോഡേൺ പീരീഡ്, phase of experimental and new ethnographies. Post-modern period phase of experimental and new ethnographies 1990-95 ആണ്. This phase made a concerted effort to analyze the problems that had already been experienced in the other phases and find solutions to them. ഈ ഫേസിൽ മേഡ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെൻട്രേറ്റഡ് എഫോർട്ട്, വളരെ രീതിയിലുള്ള ഒരു കോൺസെൻട്രേറ്റഡ് എഫോർട്ട് ആണ് ടു അനലൈസ് ദ പ്രോബ്ലംസ് അനലൈസ് ചെയ്യുക ദാറ്റ് ഹാഡ് ഓൾറെഡി ബീൻ എക്സ്പീരിയൻസ്ഡ് ഇൻ അതർ ഫേസസ്. അതിൽ അത് ഓൾറെഡി നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ പല ഫൈൻഡ് സൊല്യൂഷൻസ്, പല അധികം സൊല്യൂഷൻസ് അതിന് ഫേസ് ചെയ്യേണ്ടി വരും. സെവറൽ എപ്പിസ്റ്റമോളജീസ് were developed and new methods of ethnographic composition. പലതരത്തിലുള്ള സെവറൽ എപ്പിസ്റ്റമോളജീസും ഡെവലപ്ഡ് ന്യൂ മെത്തേഡ്സ്, എത്നോഗ്രാഫിക് മെത്തേഡ്സുകൾ, അതേഴ്സ്, ഇതെല്ലാം തന്നെ ഡെവലപ്മെന്റ്. ഇനീഷ്യൽ ന്യൂ ഗ്രൂപ്പ്സ് മൂവ്ഡ് forward to provide epistemologies for the other groups. ഇനീഷ്യലി കുറെ ഗ്രൂപ്പുകൾ മ്യൂട്ട് ചെയ്യുകയും അതുപോലെ അത് മൂവ്മെന്റ് ഫോർവേഡ് ചെയ്യും, പ്രൊവൈഡ് എസ്റ്റിമോളജീസ് ഫോർ അതർ ഗ്രൂപ്പ്സ്, എസ്റ്റിമോളജീസ് അതർ ഗ്രൂപ്പ്സിൽ വരും. അപ്പൊ പോസ്റ്റ് മോഡേൺ എന്ന് വെച്ചാൽ ഒരു ഫേസിനെ കൺസിഡർ ചെയ്ത് അത് എഫോർട്ട് ചെയ്ത് അത് അനലൈസ് ദ പ്രോബ്ലംസ്, അതൊരു സയന്റിഫിക് സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഒരു ഇതാണ് പോസ്റ്റ് മോഡേൺ പീരീഡില്. പോസ്റ്റ് എക്സ്പെരിമെന്റൽ ഇന്ത്യ എന്ന് വെച്ചാൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഡ്യൂറിംഗ് ദിസ് ടൈമിൽ ഫോർ എ given fresh energy and excitement during this time. There were novel and experimental approaches to create qualitative accounts. There were novel and experimental approaches to create qualitative accounts that eliminated distinctions between the humanities and the social sciences. The distinctions between humanities and the social sciences in the creative and qualitative accounts are eliminated, as well as literary, lyrical, autobiographical, multi-voiced, conversational, critical, visual, and performative and constructed representations to methods of communicating lived experience of males are experimented with. അപ്പൊ ഒരുപാട് നോവൽ എക്സ്പെരിമെന്റൽ അപ്രോച്ചസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്വാളിറ്റേറ്റീവ് അക്കൗണ്ട്സ് ഉണ്ട്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസിൽ സത്യപരമായിട്ടുള്ള എലിമിനേഷൻസ് നടക്കുന്നുണ്ട്. ലിറ്റററി സാക്ഷരതയുടെ കാര്യത്തിലെ ക്രിട്ടിക്കൽ, റിറ്റൽ, ഓട്ടോബയോഗ്രഫിക്കൽ, മൾട്ടി വോയിസ്ഡ്, conversational, critical, ഇതെല്ലാം ഇതിൽ ചെയ്യുന്നുണ്ട്. Methodologically contested present 2000-2004, aforementioned periodical served as a springboard for innovative research methodology. Springboard of വളരെ രീതിയിൽ മുൻകൂട്ടി കാണുന്ന രീതിയിലുള്ള മെത്തഡോളജീസ് ആണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ മെത്തഡോളജിക്കലി കണ്ടസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. ബ്രാൻഡ് ന്യൂ ടെൻഷൻസ്, പുതിയ ബ്രാൻഡ് ഉണ്ടാക്കുന്ന ഡിഫിക്കൽട്ടീസ് ആയിരിക്കും, റിട്രെഞ്ച്മെന്റ് നടത്തുന്നത്, കൺഫ്രണ്ടേഷൻസ് നടത്തുന്നത്. ഓക്കെ, ദെൻ ഫ്രാക്ചർഡ് ഫ്യൂച്ചർ 2005 ഫ്രാക്ചർഡ് ഫ്യൂച്ചർ 2005 this gets us to the eighth and last situation that we are now in. Right now there is a lot of volatility and unrest, particularly among individuals who are practicing interpretative research. അപ്പൊ ഇത് എയ്ത്ത് ആൻഡ് ലാസ്റ്റ് സിറ്റുവേഷനിലാണ് ഇത് നൗ ചെയ്തത്. റൈറ്റ് നൗ ലോട്ട് ഓഫ് വൊളാറ്റിലിറ്റി, ഇതിൽ എന്താണ് ഒരു ലോട്ട് ഓഫ് വൊളാറ്റിലിറ്റി ഉണ്ട് ആൻഡ് അൺട്രസ്റ്റ് ആണ്, particularly among individuals who are practicing interpretative research. Particularly കുറെ വ്യക്തികളുണ്ട്, അവരത് പ്രാക്ടീസ് ചെയ്യും, അതുപോലെ റിസർച്ച് ഇന്റർപ്രിറ്റേറ്റീവ് അതനുസരിച്ച് റിസർച്ച് ചെയ്യും. ഡീപ്ലി കൺവേഴ്സിംഗ് അബൌട്ട് ഡെമോക്രസി, കാസ്റ്റ്, ക്ലാസ്, gender, ethnicity and the state in critical and reflective ways. വളരെ രീതിയിൽ ഡീപ്ലി കൺവേഴ്സ് ചെയ്യുന്ന ഡെമോക്രസി ജനാധിപത്യ ഒരു രീതിയിൽ, കാസ്റ്റ് മതത്തിന്റെ പേരില്, ക്ലാസ് ജെൻഡറിന്റെ പേരില്, എത്നിസിറ്റി, ഇതിന്റെ ഒക്കെ പേരിൽ എന്താണ് ഒരു റിഫ്ലക്റ്റീവ് വേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, കോൺഫ്ലിക്ട് ഓവർ ന്യൂ ടോപ്പിക്സ് ആർ ജുറിസ്ഡിക്ഷൻസ് ഇസ് മോർ സിഗ്നിഫിക്കന്റ് ദാൻ റിസർച്ച് ഫോർ ന്യൂ റിസർച്ച് പാരഡൈംസ്. അപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതെ പുതിയ ടോപ്പിക്സ് ഉണ്ടാകുമ്പോൾ അതിനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ജുറിസ്ഡിക്ഷൻസ് ആവും. അത് വളരെ മോർ സിഗ്നിഫിക്കന്റ് ആണ്. റിസർച്ച് കുറെ റിസർച്ച് ചെയ്യുന്നത് വളരെ പുതിയ രീതിയിലുള്ള പാരഡിഗ്ംസ് ആണ് സെർച്ച് ചെയ്യുന്നത്. This time period is marked by a desire to experiment with a novel unheard of critical concept എന്നാണ് പറഞ്ഞത്. Okay. Then generating qualitative data sources, methods, strategies and approaches.
എങ്ങനെയെല്ലാം ഡേറ്റ ക്വാളിറ്റേറ്റീവ് ഡേറ്റ സോഴ്സസ് എങ്ങനെയാണ്, മെത്തേഡ്സ് എങ്ങനെയാണ്, സ്ട്രാറ്റജീസ് അപ്രോച്ചസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ക്യാൻ ബി ചലഞ്ചിങ് ടു പ്രൊഡ്യൂസ് അക്സെപ്റ്റബിൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. നമുക്കൊരു ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചലഞ്ചിങ് ആയിട്ടാണ് എടുക്കുന്നത്. ഒരു റിസർച്ച് പർപ്പസിന്റെ ഭാഗമാണ്. മെത്തേഡ്സ് എഫക്റ്റീവ്ലി അത് എംപ്ലോയിയുടെ തൊഴിലാളികളുടെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുന്ന അതനുസരിച്ച് അപ്രോച്ച് ചെയ്യണം. അതിന്റെ പ്രൊസീജിയേഴ്സ് മാനുവൽ ഇതെല്ലാം എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം. ഇതിനെല്ലാം ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് എന്നാണ് പറഞ്ഞത്. പെർഫോം വൈൽ ബാലൻസിങ് ഓണ്ടോളജിക്കൽ ആൻഡ് എപ്പിസ്റ്റമോളജിക്കൽ പ്രോബ്ലം. ഇത് ബാലൻസ് ചെയ്യുന്നത് ഒരു ഓണ്ടോളജിക്കൽ അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിക്കൽ പ്രോബ്ലംസ് ആയിട്ടാണ്. ക്രൂഷ്യൽ ബിക്കോസ് ഇറ്റ് lays the foundation for the researchers to develop the qualitative research method. ഇതൊരു ക്രൂഷ്യൽ ആണ്. കാരണം ഒരു അതിന്റെ റിസർച്ചേഴ്സിന്റെ ഫൗണ്ടേഷൻസ് അതിന്റെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഒരുപാട് ചലഞ്ചിങ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഈ പർട്ടിക്കുലർ മെത്തേഡ് ഫോർ ജനറേറ്റിംഗ് ഡേറ്റ എന്തെല്ലാം കാര്യങ്ങളാണ്. ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂല് കുറെ പാർട്ടിസിപ്പേറ്റിംഗ് ഒബ്സർവേഷൻ ഉണ്ട്, എംബ്രോയിഡിംഗ്, വിഷ്വൽ ടെക്നിക്സ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഓഫ് ന്യൂ ഓഫ് ദം ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂല് മോസ്റ്റ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ട് ചെയ്യുക. നല്ല രീതിയിലുള്ള മോസ്റ്റ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. അതിലൊക്കെ നല്ല രീതിയിലുള്ള ഇന്റർവ്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് അനോട്ടേഷൻ ഉണ്ടാവും. ടിപ്പിക്കലി അപ്ലൈസ് ഡെപ്ത് ആയിരിക്കും. കൺസ്ട്രക്റ്റഡ് ഇന്റർവ്യൂസ് നല്ല രീതിയിൽ കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. There are also qualitative interviewing has many different techniques and traditions. Nevertheless, has several distinctive features which have been addressed below. Focused group talks as well as one-on-one conversations may be part of qualitative interviews. ഒരു ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ടോക്ക് സംസാര രീതിയിൽ one-on-one conversation വളരെ ഒന്നോ അതിലധികമോ കോൺവെർസേഷൻസ് ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂസിൽ വരും. ഇന്റർവ്യൂസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓവർ ദ ഇന്റർവ്യൂസ് ക്യാരി ചെയ്യുന്നത് വളരെ ഇന്റർനെറ്റിന്റെ ക്യാരിഡ് ഔട്ടുള്ള വീഡിയോ ഫോൺ. നോ ഫോമൽ ക്വസ്റ്റ്യൻ. ഇതിൽ ഫോമൽ ക്വസ്റ്റ്യൻ ഇല്ല, ഒരു നോ ഫോമൽ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്നില്ല. ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എംപ്ലോയീസ് ആർ ദ ഇൻഫോർമൽ മാനർ ഓഫ് എൻഗേജ്മെന്റ്. ഈ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂവിന് തൊഴിലാളികൾ എന്താണ് ഒരു ഇൻഫോർമൽ മാനർ ഓഫ് എൻഗേജ്മെന്റ് ആണ്. കാഷ്വൽ ചാറ്റ്സ് ഓഫ് സ്പോണ്ടേനിയസ് ഡയലോഗിംഗ് ആർ എൻകറേജ്ഡ് മോർ ദാൻ ഫോർമലൈസ്ഡ് ക്വസ്റ്റ്യൻ. ഒരു കാഷ്വൽ ആയിട്ടുള്ള ചാറ്റ്സ് spontaneous ആയിട്ടുള്ള ഡയലോഗിങ് ആർ എൻകറേജ്ഡ് മോർ ദാൻ ഫോർമലൈസ്ഡ് ക്വസ്റ്റ്യൻ. Burgess phrase conversation with the purpose effectively express this. Burgess അതായത് അതിന്റെ Burgess phrase conversation with the purpose ഇതെല്ലാം തന്നെ വളരെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂവിംഗ് ആണ് എന്ത് ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂവിൽ. അപ്പൊ അങ്ങനെ ബിക്കോസ് അതേപോലെ ടിപ്പിക്കലി അഡോപ്റ്റ്സ് ടോപ്പിക് സെൻട്രിക്, ബയോഗ്രഫിക്കൽ, നറേറ്റീവ് അപ്രോച്ച് ഇതെല്ലാം മൾട്ടിപ്പിൾ കോൺവെർസേഷൻസ് ഒക്കെ അതിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ബിക്കോസ് നോളജ് ഈസ് ഓൾവേസ് കണ്ടക്ച്വലി ക്രിയേറ്റഡ് ആൻഡ് പൊസിഷൻഡ്. കാരണം നോളജ് വിവരങ്ങൾ എപ്പോഴും തന്നെ ഒരു കണ്ടക്ച്വലി ആണ് ക്രിയേറ്റഡ് ആൻഡ് പൊസിഷൻഡ്. ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂ assumes that the interviewer must always pay attention to pertinent consent. This makes it possible that the knowledge that was produced അപ്പൊ അതെന്ന് വെച്ചാൽ ബിക്കോസ് അതിന്റെ നോളജ് കാരണം ഇതിന്റെ വിവരങ്ങള് എപ്പോഴും ഒരു പൊസിഷനിലായിരിക്കണം. അതിൽ ക്വാളിറ്റേറ്റീവ് ഇന്റർവ്യൂവിന് അസ്യൂം ചെയ്യുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഒരു അറ്റൻഷൻ കിട്ടുന്ന കൺസേൺ കിട്ടുന്ന രീതിയിലായിരിക്കണം ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒബ്സർവിംഗ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ്. ഒബ്സർവിംഗ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആർ another method for gathering quality information. പാർട്ടിസിപ്പേഷൻ ആൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരു അനദർ മെത്തേഡാണ്. ക്വാളിറ്റി ഇൻഫോർമേഷന്റെ വേറൊരു മെത്തേഡാണ്. Researcher must frequently get himself ready for the social environment. Researchers എപ്പോഴും frequently ready social environment ready ആയിട്ട് നിൽക്കണം. entering the appropriate readiness. അവർ എന്തൊരു ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് readiness ചെയ്യാനായിട്ട് ഒരു പാർട്ടിസിപ്പേറ്റിന് അതനുസരിച്ച് കൊണ്ടുവരാനൊക്കെ അവർ എഫർട്ട് ചെയ്തിരിക്കണം എന്നൊക്കെയാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ എന്നുവെച്ചാൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യുക, ഒരു കോൺവെർസേഷൻ ചെയ്യുന്ന രീതി, പാർട്ടിസിപ്പേറ്റ് ഫീൽഡ് റിസർച്ച് ചെയ്യുക, അതുപോലെ this causes research to haggle again the interviewees with setting over the course of certain amount of time to establish relationship with the subjects in the field. ഒരു വിഷയത്തെ കുറിച്ച് ആ ഫീൽഡിൽ വിഷയം എടുത്തിട്ട് അതിനുവേണ്ടി എസ്റ്റാബ്ലിഷ്മെന്റ് നടത്താം. ഓരോ ഫീൽഡിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക, അതനുസരിച്ച് ഒബ്സർവ് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതുപോലെ പാർട്ടിസിപ്പേറ്റിംഗ് ചെയ്യുക അങ്ങനെയുള്ള ആളുകളെ. വിഷ്വൽ മെത്തേഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ്. വിഷ്വൽ മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് പെട്ടതാണ്. വിഷ്വൽ മെത്തേഡ്സ് ഡോക്യുമെന്റ്സ് ഒരു സിഗ്നിഫിക്കന്റ് ടൂറാണ് സോഷ്യൽ റിസർച്ചിനെ സംബന്ധിച്ച്. ഒരു ഡോക്യുമെന്ററി സോഴ്സ് ആണ്. നമുക്ക് ഡോക്യുമെന്ററി സഹിതം നമുക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ഡേറ്റാസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് വിഷ്വൽ മെത്തേഡ്സിന്റെ പ്രത്യേകത. ദെൻ അതിൽ തന്നെ documents in addition visiting archives to look of pre-existing ones, internet web page which can serve a fertile source of qualitative data, act as parliament,
congressional papers, insurance policies, bank statements, accounts and balance sheet, company reports, bills, minutes of meetings, books, manuals and other applications, diaries, letters, shopping list, computer field, files and documents, newspapers and magazines. ഇതെല്ലാം എന്താണ് ഒരു സെക്കൻഡറി സോഴ്സസ് ആണ്. അതുപോലെ തന്നെ ഡോക്യുമെന്ററി ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ഡേറ്റാസ് ആണ്. ഓക്കെ, വിഷ്വൽ മെത്തേഡ്സ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. ബാക്കിയുള്ളത് എന്റെ ഇതിന്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്നിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്ററില് ചാപ്റ്റർ 11 ആണ്. ചാപ്റ്റർ 11 ICT സോഷ്യൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എങ്ങനെയാണ് സോഷ്യൽ റിസർച്ചിന്റെ ഭാഗമായത്. ഇതിനെയല്ല നമ്മുടെ ICT സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിനെയാണ്. അപ്പോൾ ടൂൾസ് ഹൗ ബി ടെലികമ്മ്യൂണിക്കേഷൻസ് ബേസ് ചെയ്ത് ടൂൾസ് വന്നിരിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഒരു മാസീവ് പർപ്പസ് ഓഫ് നോളജ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. വളരെ രീതിയിലുള്ള വൈഡ് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ഇന്റർനെറ്റ്, വയർലെസ് നെറ്റ്വർക്ക്, മൊബൈൽ ഫോൺ ആൻഡ് ഒബ്വിയസ്ലി അതർ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വളരെ അതർ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. Before under this category, undoubtedly information and communication technologies have been our society by variety dynamic communication modalities. Undoubtedly, information and communication technologies have been our society. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു wide variety of dynamic communication ആണ് നടക്കുന്നത്. Modalities that have allowed our people to communicate in real time, especially with the others who live in distant countries, using tools like teleconferences, voice over IP, video conferencing, instant messaging. നമ്മളെല്ലാം എന്താണ് സോഷ്യൽ മീഡിയകളെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമാണ്. ICTയുടെ ഭാഗമായിട്ട് റോബോട്ടിക് സിസ്റ്റംസ് വരെ റീസെന്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ഇവല്യൂഷൻ ഓഫ് ICT എക്കണോമിക്സ് ആൻഡ് റിസർച്ച് ബ്രീഫ് ഹിസ്റ്ററി. എങ്ങനെയാണ് ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞു വന്നത്. Okay, perhaps for the development of features, first step in Genesis ICT knowledge could be conveyed future generation. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ജെനസിസ് ചെയ്തത് ICT ജെനസിസ് ചെയ്തത് perhaps the development of speech in humans. മറ്റുള്ളവർക്ക് സംസാരിച്ച് സ്പീച്ച് ഇൻ ഹ്യൂമൻസ് മറ്റുള്ള ഹ്യൂമൻസിന് സംസാരിക്കുന്ന രീതിയിൽ ആദ്യമായിട്ട് ജെനസിസ് ചെയ്തു ICT. നോളജ് could be conveyed and passed to future generation. നോളജ് കൺവേ ചെയ്ത് പാസ് ചെയ്താണ് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി, particularly through speech. ഇതാണ് particular through speech. Many uses in addition to speech express their emotions. പിന്നെ another മനുഷ്യരെ ആണുങ്ങള് പുരുഷന്മാരെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് അഡീഷൻ ടു സ്പീച്ച് ടു എക്സ്പ്രസ് ദർ ഇമോഷൻസ് പറഞ്ഞത്. അപ്പൊ അതെല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ ഫസ്റ്റ് റൈറ്റിംഗ് സ്റ്റേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന ബ്രോൺസ് ഏജിന്റെ കാലഘട്ടം. അപ്പൊ ഇൻവെൻഷൻ ഓഫ് റൈറ്റിംഗ്. അപ്പൊ ഇയർലിയസ്റ്റ് അതായത് നമ്മുടെ കാൽക്കുലേഷൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടം പറയുന്നത് റൈറ്റിംഗ് ഇൻവെൻഷൻ സ്റ്റാർട്ട് ചെയ്ത ഇയർലിയസ്റ്റ് പാപ്പറസ് റോൾസ് we have been created by the Egyptians of early 300,000 BC-ലാണ് എന്ത് ചെയ്ത പാപ്പറസ് എന്ന റോൾസ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഈജിപ്ഷ്യൻസ് ആണ് അത് ക്രിയേറ്റ് ചെയ്തത്. which has shortly followed by writing frenzy. ഇത് കൂടുതലും ഷോർട്ട്ലി ആയിട്ട് ചെറുതായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. റൈറ്റിംഗിന് വേണ്ടി ചെറിയ രീതിയിൽ ഉപയോഗിച്ചിട്ടാണ്. നൈൽ ഡെൽറ്റയുടെ ഭാഗം പാപ്പറസ് പ്ലാന്റ് വാസ് വൈഡ്ലി ഗ്രോൺ ആൻഡ് എക്സ്റ്റെൻസീവ്ലി യൂട്ടിലൈസ്ഡ് ഫോർ റൈറ്റിംഗ്. നൈൽ ഡെൽറ്റയുടെ ഭാഗമാണ് പാപ്പറസ് പ്ലാന്റ് വളരെ വളർന്നിരിക്കുന്നതാണ്. അതുപോലെ വളരെ എക്സ്റ്റെൻസീവ്ലി യൂട്ടിലൈസ്ഡ് ഫോർ റൈറ്റിംഗ്. It was also removed to have seen extensive use in the kingdom of Kush and throughout the Mediterranean region. It was also removed to have seen extensive use of ആ ഒരു സമയത്ത് ഒരു രാജാക്കന്മാർ കിങ്ഡം ആ ഭരണാധികള് കുഷാണ് ത്രൂഔട്ട് ദ മെഡിറ്ററേനിയൻ റീജിയന്റെ കാലഘട്ടത്തിലാണ് ഇത് എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദ പേപ്പർ ഇവൻച്വലി superseded parchment as the primary form of writing. Byzantine Empire papyrus continued use. Byzantine Empire അതായത് രാജാവ് എന്താണ് കൂടുതൽ പ്രൈമറി ഫോം ഓഫ് റൈറ്റിംഗിന് ഉപയോഗിച്ചിരുന്ന പാപ്പറസ് ആയിട്ടുള്ള പാപ്പറസ് ആണ് യൂട്ടിലൈസ് ചെയ്തിരുന്നതെന്നാണ് പറഞ്ഞത്. Right, did not suddenly appear early bronze age. അപ്പൊ പെട്ടെന്ന് നമുക്ക് സഡൻലി ഒരു ഡിക്ലോർ ചെയ്യാൻ പറ്റുന്നില്ല ബ്രോൺസ് ഏജില്. rather a fewer periodic traditions of symbolic systems. അതിന് മുമ്പുള്ള കാലത്ത് തന്നെ പ്രിയറിലെ ട്രഡീഷൻസ് ആൻഡ് സിംബോളിക് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്ത് came before the writing system that began. The writing system വരുന്നതിന് മുമ്പ് ഒരു സിംബോളിക് സിസ്റ്റം ആണ് അവർ ചെയ്യുന്നത്. among them സുമേറിയൻ cuneiform script. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സുമേറിയൻ കുനിഫോം സ്ക്രിപ്റ്റ്. അതുപോലെ എന്താണ് പ്രിയോണിലെ സിംബോളിക് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എന്താണ് ഈജിപ്ഷ്യൻ ഹെറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ്
മെസോമെറിക്ക, ഇതെല്ലാം ആ ഒരു രീതിയിലുള്ള മേഖലകളിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇൻവെൻഷൻ ചെയ്തു. പിന്നെ അതുപോലെ പിക്ചോറിയൽ റൈറ്റിംഗ്, ഹൗ സിഗ്നലിന്റെ ബിഗിനിങ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് ക്രിയേറ്റഡ് ഇൻ ഈജിപ്റ്റ് ആഫ്റ്റർ ദ ബ്രോൺസ് ഏജ് ക്വിക്ലി ഫോളോഡ് ദ അയൺ ഏജ്. ബ്രോൺസ് ഏജ് കഴിഞ്ഞ് ക്വിക്ലി ഫോളോ ചെയ്തത് അയൺ ഏജ് ആണ്. വിച്ച് വാസ് ഡോമിനേറ്റ് ബൈ ദ Phoenician alphabet. The Greek and Aramaic alphabets were specifically derived from one alphabet. Greek and Aramaic alphabets were specifically derived ചെയ്തിരുന്ന ആൽഫബറ്റിന്റെ ബേസ് ആണ്. ഫസ്റ്റ് വവൽ സ്പെസിഫിക് സിംബൽസ് were created by the Greek alphabet. ആദ്യമായിട്ട് വവൽ സ്പെസിഫിക് സിംബൽസ് പറഞ്ഞത് ഗ്രീക്ക് ആൽഫബറ്റ്, which deserves prize for this achievement. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് മൂവ്മെന്റുകൾ നടന്നാണ് പുതിയ ഒരു ഇതിലേക്ക് എത്തിയത്. ഇൻഡക്ഷൻ ടു ICT ത്രൂ മാസ് മീഡിയ. മാസ് മീഡിയയിലേക്ക് ഇൻഡക്ഷൻ എങ്ങനെയാണ് വന്നത്? ഫസ്റ്റ് നോൺ ആസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് നെഗോസിയേഷൻ ഓഫ് ICT എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒപ്ഗ്രേഡ് ചെയ്തത് കൊളോണിയൽ എറയിലാണ്. റേഡിയോ ക്ലബ്ബ് ബോംബെ വന്നു. മെയ്ഡ് ഇൻ ഇന്ത്യയില് റേഡിയോ ട്രാൻസ്മിഷൻ ജൂൺ 1923 വന്നു. അങ്ങനെ ബ്രിട്ടീഷ് ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷിന്റെ ഇതോടുകൂടി സോഷ്യൽ റിസർച്ച് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ഓൾസോ നോൺ ആസ് ദ BBC, അതിനാണ് BBC വന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആണ് BBC എന്ന് പറഞ്ഞത്. ബിഗാൻ അറേഞ്ച്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഉടലെടുത്തു ഇന്ത്യയിൽ. മാസ് മീഡിയ ഉടലെടുത്തു എന്നാണ് പറഞ്ഞത്. ഓൾ ഇന്ത്യ റേഡിയോ വന്നതിന് ശേഷം 1930s ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് സ്കൂൾ ഏജ് ചിൽഡ്രൻ 1937 വന്നതുകയും അതിലെ ഗ്യാൻവാണി ഇന്ത്യസ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ റേഡിയോ സ്റ്റേഷൻ. ഗ്യാൻവാണിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ റേഡിയോ സ്റ്റേഷൻ. ഹാസ് ഓൺലി റീസെന്റ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2002 Gyanwani was a nationwide FM radio station that broadcast educational program. Gyanwani nationwide FM radio stations broadcast educational program start ചെയ്തത്. The programs are outlined by a variety of organizations. Outlined ചെയ്ത വളരെ പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ആണ്, ഇൻക്ലൂഡിംഗ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NGOs and UN agencies. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇൻഡക്ഷൻസ് മാസ് മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. Evolution of ICT through computer and multimedia. Computer and multimedia, introduction to computers in the vanada likely Apex information and communication technology ICT vanada existed in the 19th century when English mechanical engineer Charles Babbage ആണ് അദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തൊരു പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ ആയിരുന്നു. മൈക്രോസോഫ്റ്റ് ഡിസ്കോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ക്രിയേറ്റ് ചെയ്തത് ആദ്യമായിട്ട് 1980. Personal computers were subsequently offered to household and industrial use by the American multinational technology. പേഴ്സണൽ കമ്പ്യൂട്ടർ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആയിട്ടാണ് ഓഫർ ചെയ്ത് ഒരു ഹൗസ് ഹോൾഡിന് പോകുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ അമേരിക്കൻ മൾട്ടിനാഷണൽ ടെക്നോളജി കോർപ്പറേഷൻ, നാഷണൽ ബിസിനസ് മെഷീൻസ് കോർപ്പറേഷൻ IBM ആണ് 1982. പിന്നെ അടുത്തത് അമേരിക്കൻ മൾട്ടിനാഷണൽ ഇൻഡസ്ട്രി ടെക്നോളജി ആണ്. വളരെ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ടിരിക്കുക, അതനുസരിച്ച് ഡെവലപ്മെന്റ് നടത്തുകയും ചെയ്തത്. Then by ongoing partnerships with the researchers United Kingdom and France, ongoing partnerships ആയിട്ടുള്ള researchers ആയിട്ടുള്ള United Kingdom and France efforts made quickly construct the interconnected computer networks. ഒരു പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദാറ്റ് വർ ഡെവലപ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് ഡെവലപ്പ് ചെയ്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. Yearly packet switching networks conducted extensive research to provide data networking, including the NPL network, ARPANET, Merit network, cyclers in the early 1970s. Local area network were created and began operating systems using internet protocol, transmission control protocol, much later. The World Wide Web, which was soon after, helped the internet eventually take its current shape. Okay, but transmission control protocol, much later IP, internet, so ഇതെല്ലാം വേൾഡ് വൈഡ് വെബ് ഇതെല്ലാം തന്നെ ഹെൽപ്പ് ടു ഇന്റർനെറ്റിന് ഉപയോഗിക്കുന്ന കറണ്ട് ഷേപ്പിലേക്ക് മാറ്റിയത് ഈ ഒരു നെറ്റ്വർക്കുകളും ഈ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ. അത് English mathematician, philosopher, inventor and mechanical engineer Charles Babbage, 26 December 1791 and 18th October 1871, credited with creating this idea of digital programmable computer, often referred to the father of the computer. അങ്ങനെ ഡിജിറ്റൽ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ക്രെഡിറ്റ് ചെയ്യുകയും അങ്ങനെയാണ് അദ്ദേഹത്തിന് ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഈ ലേണിംഗ് ആൻഡ് ICT, ഈ ലേണിംഗ് വെച്ച് ഇലക്ട്രോണിക് ലേണിംഗ് ICT ഹാവ് പർട്ടിക്കുലർ ട്രബിൾ പാസ്റ്റ്. ഒന്നും നമുക്ക് പർട്ടിക്കുലർലി എലിജിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. ഏർലി 1970s ഇൻഡസ്ട്രിയലിസ്റ്റ് കൺട്രീസ് ആയിരുന്നു, വ്യവസായവൽക്കരണം വന്നു. particularly after mid 1990s, ഒരു mid 1990s ആഫ്റ്റർ ആയിട്ടാണ് പറഞ്ഞു വന്നത്. The famous behavioral sciences institute of La Jolla, എപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള വെസ്റ്റേൺ ബിഹേവിയർ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. ലാ ജോല എന്ന് പറയുന്ന കാലിഫോർണിയ, ഫൗണ്ടഡ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡീസ് ഇൻ 1982. കാലിഫോർണിയയില് ഫൗണ്ടഡ് ചെയ്ത സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡീസ് ഇൻ 1982 ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ബിക്കേം എ റിയാലിറ്റി.
ഓൺലൈൻ എഡ്യൂക്കേഷൻ ആദ്യം വികസിപ്പിക്കുകയും ചെയ്ത സത്യമായിട്ടാണ് ദ യൂണിവേഴ്സിറ്റി ഓഫ് യോണിക്സ് ബിഗൺ പ്രൊവൈഡിംഗ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്സ് ലിറ്റിൽ ലേറ്റർ 1989. യൂണിവേഴ്സിറ്റി യോണിക്സ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം, അതായത് കമ്പ്യൂട്ടറിന്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുകൾ കൊണ്ടുവന്ന ആദ്യത്തെ നെറ്റ്വർക്കാണ് 1989. ഓക്കെ, അതുപോലെ സിമിലർ ടു ചൈന, ഇന്ത്യസ് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി, ചൈന അതേപോലെ തന്നെ സിമിലർ ആയിട്ട് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയും ഫൗണ്ടഡ് 1967 മുംബൈ വെൻ ടാറ്റ ഗ്രൂപ്പ് വാസ് ഫൗണ്ടഡ് പാർട്ണർഷിപ്പ് വിത്ത് ബോറോഡ്സ്. എപ്പോഴാണ് ടാറ്റ ഗ്രൂപ്പായിട്ട് ഒരു പാർട്ണർഷിപ്പിനോട് കൂടി ചെയ്തു എന്നാണ് പറയുന്നത്. അന്തേരി ഈസ്റ്റ് നെയ്ബർഹുഡ് ഓഫ് മുംബൈ, അന്തേരി മുംബൈയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള നെയ്ബർഹുഡ് ആയിരുന്നു അന്തേരി. അവിടെ അവരുമായിട്ട് ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്നു. സാനിറ്ററീസ് ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് സീറ്റ്സ് എന്നാണ് പറയുന്നത്. എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് ഇവർ സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റ് സോൺ, ആദ്യമായിട്ട് സ്പെഷ്യലിസ്റ്റ് സോൺ സോഫ്റ്റ്വെയർ India's-based manufacturers of electronic gear software were located special economic zone in Mumbai. ഇപ്പൊ ഇന്ത്യയിലെ ബേസ് ചെയ്തിരുന്ന മാനുഫാക്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഉത്പാദന സോഫ്റ്റ്വെയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇൻ മുംബൈയിലാണ്. സൂൺ ആഫ്റ്റർ 1976 മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഫൗണ്ടഡ് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ. അതിനുശേഷം 1976 മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഫൗണ്ട് ചെയ്യുകയും നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റേഴ്സ് 1990 അസിസ്റ്റ് ചെയ്യുകയും ഇന്ത്യൻ ഗവൺമെന്റ് പ്രിപ്പയറിംഗ് വൈഡ് സ്പ്രെഡ് IT യൂസ്. അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് വെച്ചിട്ട് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള IT യൂസ്. ഇറ്റ് വാസ് ക്രൂഷ്യൽ ഇൻ laying the groundwork for a governance and throughout every reviews of Indian society. The director ഡയറക്റ്റ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് വളരെ രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 19th സെഞ്ചുറി കാലഘട്ടത്താണ് കേട്ടോ. അപ്പൊ ഡയറക്റ്റ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഡിവൈസ് എംപ്ലോയ്മെന്റ് പാസ് എസെൻഷ്യലി ബ്രിങ്ങിങ് അബൌട്ട് ദ റിവല്യൂഷണറി ഡെവലപ്മെന്റ്സ് ഇൻ എ വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്കത് വേണ്ടി വരും. സിൻസ് 1995 Nitish Sanjar Nikam as provided internet service popular in India. BSNL ആണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഇന്ത്യയിൽ 1995. Despite being predominantly used in our 4 major metropolises ഉണ്ട്. ഈ 4 മെട്രോപോളിസിനെ കണക്ട് ചെയ്താണ് ഇതൊക്കെ വന്നത്. കൽക്കട്ട, മുംബൈ, ഡൽഹി, മദ്രാസ്. Service was later expanded in 1998 at other locations. Electronic services corrupted into homes and schools directly and steadily എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. Next, applications in fact of social research. എന്തെല്ലാ ആപ്ലിക്കേഷൻസ് ആണ് സോഷ്യൽ റിസർച്ചിൽ? മേക്കിംഗ് യൂസ് ഓഫ് ICT ടു ഗാദർ ആൻഡ് അനലൈസ് ഫ്രീ ഡേറ്റ, യൂസ് ഓഫ് ICT ഫോർ ഡേറ്റ ഗ്യാദറിംഗ് ആൻഡ് പ്രോസസിംഗ്, യൂസിംഗ് ICT ടു കളക്ട് ആൻഡ് അനലൈസ് ദ പോസ്റ്റ് ഡേറ്റ. അപ്പൊ ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ അനലൈസ് ഫ്രീ ഡേറ്റ, പ്രീവിയസ്ലി ഡേറ്റ അനലൈസ് ചെയ്യുക, യൂസ് ഓഫ് ICT ഡേറ്റ ഗ്യാദറിംഗ് ആൻഡ് പ്രോസസിംഗ്, ഗ്യാദർ ചെയ്യുക, പ്രോസസ് ചെയ്യുക, അതൊക്കെ. Applications in ICT pre-data collections and analysis, literature review, Shodhaganga, Mendeley, Google Scholar, Microsoft Academic, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ലിറ്ററേച്ചർ റിവ്യൂ as soon as said on a research question we begin literature study familiarize the reader with the subject at hand. ഒരു വിഷയത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ലിറ്ററേച്ചർ സ്റ്റഡി നടത്തുകയും ഫെമിലറൈസ് ആയിട്ട് വായിച്ചെടുക്കാവുന്ന രീതിയിലുള്ള സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. as soon as research questionൽ reality we aiming to make the plain that the readers already റിയാലിറ്റിയുടെ നമ്മളുടെ എയിം കാണുന്നത് to make plain to the other readers as a plain ചെയ്യുകയും that we already know about the issue at hand. അതുപോലെ now നമ്മളെപ്പോഴും ഓൾറെഡി know about the issue at hand issue പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. if you are working on drug addiction, for instance, if you are working on drug addictions instance ചെയ്യുകയും it must be made clear that we have learned enough about the matter from all of other of the prior studies of the subject. If you are working on drug addiction, drug addiction working for instance, make clear that we have learned enough about the matter. Clear ആവില്ല, പല പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാവില്ല, സ്റ്റഡി സബ്ജക്റ്റിനെ കുറിച്ച് മനസ്സിലാവും. ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ്. അപ്പൊ അതനുസരിച്ചുള്ള
Many books, articles, artifacts may now be found in online using database and search engines. ഇത് now use ചെയ്യുന്നത് ഓൺലൈൻ ഡാറ്റ സെർച്ച് എഞ്ചിൻസ് ആണ്. which will aid with this for gaining access to articles book. ലൊക്കേറ്റ് ചെയ്യുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത് കുറെ ആർട്ടിക്കിൾസ്, ബുക്സ്, അക്കാദമിക് ജേണൽസ്. ഇപ്പൊ ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ അത് വായിക്കാൻ, അതിനെ കുറിച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. സഹോദരൻ അതുപോലെ അതിനുവേണ്ടി കുറെ ആളുകൾ കേംബ്രിഡ്ജ് കോളേജിൽ കയറാൻ ഫാൻസി മേടിക്കാനൊക്കെ പറഞ്ഞു പോകുന്നത്. സഹോദരി ഗംഗ ഒരു ഗെയിമാണ്. ഇലക്ട്രോണിക്സ് ഡിസർഷൻസ് എന്ന് പറഞ്ഞു. ആണ് ചെയ്തത്. Electronic phase of research and prime examples of how technology may be used to create a database. How to എങ്ങനെയുള്ള ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് ഡാറ്റാബേസിൽ heavily utilized literacy while conducting research for a specific subject. Mendeley is a London-based business that offers that operate. London-based business ആണ് അദ്ദേഹം സർവീസസ് needed academic research on reference management service. Google Scholar എന്ന് പറഞ്ഞാൽ freely available web search engine called Google Scholar. Freely നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെബ് സെർച്ച് എഞ്ചിൻ ആണ് ഗൂഗിൾ സ്കോളർ. അതിന് ഗൂഗിൾ സെൻഡർ ടെക്സ്റ്റ് ആൻഡ് metadata academic publishing from a variety of publishing format and academic field. With metadata over academic publications in a variety of publishing format academic field. Majority of peer-reviewed online academic journals and books. Majority of peer-reviewed online academic journals and books, conference papers, thesis and researchers, preprint, abstract technical reports and other scholarly material have been put since it is founded in November 2004. Microsoft Academic is an open source and free web search engine. Academic literature and publications search engine ഭാഗമാണ്. Academic literature publication ഭാഗമായിട്ട് was the product of Microsoft. ഇത് എന്താണ് Microsoft research engine product ആണ് Microsoft Academic. Future completely new data. പുതിയ ഡേറ്റ കംപ്ലീറ്റ്ലി ന്യൂ ഡേറ്റ ആൻഡ് സെർച്ച് എഞ്ചിൻ വെൻ വാസ് ലോഞ്ച്. സെർച്ച് എഞ്ചിൻ ലോഞ്ച് ചെയ്തത് 2016 ഓൾമോസ്റ്റ് 2020 million publications, 88 million journal articles ഉണ്ട്. Are currently stored there. Comparison of Google Scholar data and be locate approximately. Google Scholar കൂടുതലായിട്ടും എൻഗേജ് ചെയ്തിരിക്കുന്നത് 1999 to 33 million, roughly 87% of that 140 million English language scholarly documents were to be available online. Broadcasting technique കൂടെയൊക്കെയാണ് പറഞ്ഞു കേട്ടോ. ഇനി applications of ICT data collections and analysis. അതിൽ ഒബ്സർവേഷൻ ആണ് ഫസ്റ്റ്. ബെസ്റ്റ് സ്റ്റേജ് ഓഫ് സോഷ്യൽ റിസർച്ച് സ്റ്റിൽ ഡേറ്റ കളക്ഷൻ. ആദ്യത്തെ സോഴ്സ് ആണ് സ്റ്റിൽ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് മെത്തേഡ്സ്, പ്രൊസീജിയർ ഉണ്ട്. അതിന് അനലൈസ് ചെയ്യുന്ന ഡേറ്റ കൃത്യമായി റിഗാർഡിംഗ് ചെയ്യുന്ന വേരിയബിൾസ് മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സ്പെസിഫിക് സ്റ്റെപ്പ് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയുള്ള എന്തൊക്കെയാണ് സബ്ജക്ട് ഒബ്സർവേഷൻ വേണം, എക്സ്പെരിമെന്റ്, സർവേ റിസർച്ച്, ക്വാളിറ്റേറ്റീവ് ഫീൽഡ് റിസർച്ച്, ഇൻകോസ്പീഷ്യസ് അപ്രോച്ചസ് ആൻഡ് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം a few examples of various observational techniques. Perhaps among the techniques can be used by social scientists. Among the techniques, other techniques in the social scientists experiments are the ones that can be most preciously controlled. ICT in social research observations for participant observers may be more personal and integrated aspects of their daily lives with the contrast in their search motives. Technology assisted experiments. ടെക്നോളജി അസിസ്റ്റന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും അതനുസരിച്ച് റിസർച്ചേഴ്സിന് ടൂള് ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഫീൽഡാണ് എന്താണ് ടെക്നോളജി അസിസ്റ്റഡ് എക്സ്പെരിമെന്റ്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഡേറ്റാസ് ഓൺലൈൻ വെബ് ബേസ് ചെയ്യാനും പിന്നീട് സർവേയും യൂട്ടിലൈസ് ചെയ്യാനും ടൂൾസുകളൊക്കെയാണ് ഗൂഗിൾ ഡോക്സ് ആൻഡ് സർവേ മങ്കി. ഫോർ എക്സാമ്പിൾ ദീസ് ടെക്നിക്സ് ആർ റെഡ്യൂസ് കോസ്റ്റ്. ഈ ടെക്നിക്സ് കൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, സേവ് ടൈം ചെയ്യാം, വൈൽ കളക്ട് ക്വാണ്ടിറ്റി ഡേറ്റ collect ചെയ്യാം. Computer assisted personal interface CAPA is a method that is widely used to capture data. The technology has been used effectively during the past 10 years. Large part is because affordability, usability, and quick data availability. Because it prevents them from missing out on it. കാരണം തടയുന്ന മിസ്സിംഗ് ഔട്ട് ഓൺ ഡേറ്റ ആണ്. റെഡ്യൂസസ് ദ റിലയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. റെഡ്യൂസ് ചെയ്യുന്നത് റിലയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആൻഡ് persistently tracks and unavailable response. Researchers employ CAPA
computer assisted personal interview in large scale surveys ആണ്. Okay, our CAPA is a face-to-face data collection technique in which the researcher records interview answers using a tablet. Researchers records ചെയ്യുന്ന ഇന്റർവ്യൂവിന്റെ ആൻസർ ആണ് ടാബ്ലറ്റിൽ ഫീഡ് ചെയ്യുന്നത്. Application ICT data analysis quantitative variable. Quantitative variable chapter in the data analysis qualitative quantitative ഉണ്ട്. അതിലെന്താണ് ഒന്ന് സ്റ്റുഡൻസിന്റെ നമ്മുടെ ഇന്റഗ്രൽസ് ഉപയോഗിച്ച് 1 2 3 11 5 നമ്പേഴ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡ്യുവൽ കാറ്റഗറീസ് വേരിയബിൾസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ. മറ്റേ ക്വാളിറ്റേറ്റീവ് കാറ്റഗറി നോമിനൽ വേരിയബിൾ എന്ന് പറഞ്ഞതിൽ such as 1 2 3 4 and 5 are same. Different date 45 can be used code. അവരെ ഉപയോഗിക്കുന്ന കോഡ് ഉപയോഗിച്ചാണ്. Second type of variables are qualitative variables cannot be ranked numerically and software or data analysis. Some of this free software is helpful when analyzing data. Devin Ford, Elky, Crime, Orange stand out among them. Let's go into detail on a few of these packages. Devin Ford was a database system designed to track human development. UN subsequently approved by the UN development. Subsequently approved by the UN development group. Elky for developing applications. Elky a data mining software framework that is supported by index structures is widely used by teaching and research. Index structures are widely used in teaching and research. Pandas is a library of computer programming code designed for manipulating and Pandas library and computer programming code അത് ഡിസൈൻ ചെയ്ത് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള അനലൈസിംഗ് ഡേറ്റ ആണ്. അത് ഡേറ്റ ഇൻപുട്ട് ഫ്രം വെറൈറ്റി ഫയൽ ഫോർമാറ്റിൽ ഇൻക്ലൂഡിംഗ് JSON, SQL, മൈക്രോസോഫ്റ്റ് എക്സൽ ഇതെല്ലാം പാണ്ടാസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നത് ആപ്ലിക്കേഷൻ IC പോസ്റ്റ് ഡേറ്റ കളക്ഷൻ. പോസ്റ്റ് ഡേറ്റ എന്ന് വെച്ചാൽ ടൈം ചെയ്ത് ഫൈനൽ സ്റ്റേജ് ഓഫ് ഇത് ടൈം സേവ് ചെയ്യുന്നത് ഫൈനൽ സ്റ്റേജ് ഓഫ് റിസർച്ചിന്റെ ഭാഗമാണ്. which we refer to the post analysis phase. Once data collections and analysis have been completed, on the data collections the analysis and the data complete below attempt to outline the many approaches for condensing and disseminating the result of our research. The situations and research പല situation quickly changing the situations we can employ using a number of systems and all of the references critical and least amount of critical work release കുറവായിരിക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ റിസർച്ച് ആൻഡ് ICT സിറ്റുവേഷനിൽ വരാം. പല പ്ലാഗറിസം ചെക്ക് എന്ന് വെച്ചാൽ ദിസ് അൺഓർഗനൈസ്ഡ് യൂസ് ഒറിജിനൽ അല്ല അൺഓർഗനൈസ്ഡ് യൂസ് അതേഴ്സ് വേർഡ്സ് വേറൊരാള് അതേഴ്സ് വേർഡ്സിന് വേറെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യുന്ന റീച്ച് ഓഫ് അക്കാദമിക് ട്രാൻസ്ലേഷൻ ജേർണലിസ്റ്റിക് എത്തിക്സ് ആണ്. ഇത് കൂടുതലും റീച്ച് ചെയ്യുന്ന അക്കാദമിക് ട്രസ്റ്റുകളുടെ ട്രാൻസ്ലേഷൻ ജേർണലിസ്റ്റിക് എത്തിക്സുകളുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. Publishing the research findings പറയുന്നുണ്ട്. Typically submit your manuscript ആണ് ആദ്യം ഇലക്ട്രോണിക്കലി മാനുവലി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് reactor journals based on areas interest frequently visit their website. കൂടുതലും നമ്മൾ ജേർണലിസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഫ്രീക്വന്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നു. ഈ UGC given rigorous practice published journals in accordance with the care list. UGC നമ്മുടെ ഗവൺമെന്റ് സർക്കാരിന്റെ ഇന്ത്യൻ ഗവൺമെന്റ് സാധിച്ച് 1985 പഞ്ചായത്ത് UGC സ്ഥാപിച്ചത്. UGC has given rigorous directions to publish journals in accordance with the care list. The consortium for academic and research ethics was founded by the University Grants Commission to develop and maintain a reference list of reputable publications. Consortium for Academic and Research Ethics was founded by the University Grants Commission. University Grants Commission ആണ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും റെഫർ ചെയ്യുന്നതും suitable applications ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളൊന്ന് വായിക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ICT എന്നൊക്കെ ചോദിക്കാം കേട്ടോ. Okay then, thank you so much. I will wind up the class. Nashkana.